ഞാനിപ്പോൾ ഉള്ളത് മുത്തങ്ങയിലുള്ള വൈൽഡ് വെസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന കേട്ടോ, എമറാൾഡിൻ്റെ. ഇത് തപ്പി നോക്കിയപ്പോൾ അറൗണ്ട് 20 ഏക്കേഴ്സുള്ള പ്രോപ്പർട്ടി കേട്ടോ. അത്യാവശ്യത്തിൽ കൂടുതൽ സ്റ്റേസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേയിങ് ഓപ്ഷൻസും എല്ലാം അവൈലബിൾ ആണ്. ഇതാണ് ഇവിടെ റിസപ്ഷൻ. മിനിമലിസ്റ്റിക് ആണ്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പെഡൽ ബോട്ട് ചെയ്യാം. നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. നമുക്ക് കിട്ടിയതൊരു ഫാമിലി റൂമാണ് കേട്ടോ. ഉള്ളത് 2 മുറിയും ഒരു ഹോളുമാണ്. ഇതാണ് ആ റൂമിലേക്ക് പോകാനുള്ള വാക്ക് വേ. നേരെ നടന്ന് അങ്ങോട്ടേക്ക് റൂമിലേക്ക് അവർ സ്റ്റാഫ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ റൂമിൽ കൊണ്ടാക്കാൻ വേണ്ടി. റൂമിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിരിക്കുന്ന ഹോളാണ് തന്നിരിക്കുന്നത് കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ടൈഡി ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പേസ് ആട്ടോ. നമുക്ക് ഇരുന്ന് ഒരു വലിയ ഗ്രൂപ്പ് വരെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സ്പേസ് റൂമിൽ കൊടുത്തിട്ടുണ്ട്. റൂം നോക്കുകയാണെങ്കിൽ നല്ല ബിഗ് കിങ് സൈസ് കട്ടിലാട്ടോ. റൂം എന്ന് പറയുന്നത് AC ഇല്ല, ഫാനാണ്. പൊതുവെ ഇവിടുത്തെ ക്ലൈമറ്റിന് AC-ൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതിനെക്കൊണ്ട് ഫാനാണ് തന്നിരിക്കുന്നത്. റൂമാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. റൂം എന്താ പറയുക, ഇത്രയും ക്രൗഡഡ് ആയിരിക്കും, ഇത്രയും ആൾക്കാർ വന്ന് പോകുന്നതും ആണെങ്കിലും വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത റൂമും വാഷ്റൂമും എല്ലാം നൈസാട്ടോ. നമ്മൾ റൂമിൽ നിന്ന് നേരെ പുറത്തിറങ്ങിയാൽ കാണുന്നത് ഇവിടെ വലിയ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ഇങ്ങനെ ക്രിക്കറ്റ് ഫ്രണ്ട്സിൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വരും, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ അവർ വരും. അവർക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് നേരെ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ അടുത്തായതുകൊണ്ട് ചില വൈൽഡ് ലൈഫ് സൈറ്റിംഗ് എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് മാനിനെല്ലാം കാണാൻ പറ്റിയായിരുന്നു. പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയപ്പം അവിടെ ഫോറസ്റ്റിൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ഈ യാത്രക്കിടയിൽ ഈ 20 ഏക്കർ ചുറ്റി കാണാൻ പറ്റിയില്ല. പക്ഷെ അടുത്തടുത്ത് കണ്ട പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് കയറി പുറത്തുനിന്നൊന്ന് വ്യൂ നല്ല രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നേരെ ഈ പ്ലേ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് കണ്ട ആ 5-6 കോട്ടേജസ് ഉണ്ട്. ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അതെങ്ങനെയുണ്ട് എന്ന് ദൂരെ നല്ല രസമായിരുന്നു കേട്ടോ. ക്ലോസ് റേഞ്ചിൽ പോയിട്ട് നമുക്കൊരു വ്യൂ കണ്ടു നോക്കാം. ഇതാണ് ആ ദൂരെ നിന്ന് കാണുന്ന ആ പ്രോപ്പർട്ടി. ഇതൊരു കപ്പിൾ സ്റ്റേ ആട്ടോ. കപ്പിൾ സ്റ്റേക്ക് പറ്റിയ സാധനമാണ്. ഒരു ഡിഫറെൻറ്റ് വൈബിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനം. നേരെ കാണുന്നത് ആ പ്ലേ ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ പെഡൽ ബോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൂളിൻ്റെ സൈഡിലും കൂടി, അല്ലെങ്കിൽ പോണ്ടിൻ്റെ സൈഡിലും കൂടിയാണ് ഇതുള്ളത്. ഫോട്ടോ എടുക്കാനും നല്ല ഫോട്ടോഗ്രാഫിക് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വ്യൂ ആട്ടോ. നല്ല രസമുണ്ട്. ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, എന്താ പറയുന്നത്, ഇത്ര ക്രൗഡ് ഉണ്ടെങ്കിലും നമുക്ക് എന്താ പറയുന്നത് ആ ഒരു കഞ്ചഷനോ ഇല്ലെങ്കിൽ ഒരു സഫോക്കേഷനൊന്നും ഫീൽ ചെയ്യാതെ നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി. ഞങ്ങളും ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. കാരണം നിങ്ങളിപ്പം പ്ലേ ഗ്രൗണ്ടിൽ ആൾക്കാർ കളിക്കുന്നൊക്കെ കണ്ടു. സോ ഇറ്റ് വാസ് ഹെവിലി ക്രൗഡഡ്. ഇതാണ് വാക്കിംഗ് ഏരിയ. നിങ്ങൾക്ക് വാക്കാനും നടക്കാനും ഊഞ്ഞാലാടാനും ഒക്കെ ഉള്ള സ്പേസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. വൈകിട്ടത്തെ ഡിന്നർ ബഫറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാം. ബഫറ്റിന് അറൗണ്ട് 400 റുപ്പീസാണ് നൈറ്റ് വരുന്നത് ഇൻഡിവിജ്വൽ പേഴ്സണിന്. കാരണം ഞാൻ ബഫറ്റിൻ്റെയോ അല്ലെങ്കിൽ ഫുഡിൻ്റെയോ ഫോട്ടോ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം ഇറ്റ് വാസ് ഹെവിലി ക്രൗഡഡ്. സോ ആരെയും പ്രൈവസി ഇൻവേഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് ഒഴിവാക്കി. എന്നിട്ട് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട ബാക്കിലേക്ക് പോയി കഴിഞ്ഞാലാണ് പൂൾ സ്റ്റേയും അതിൻ്റെ അകത്തുള്ള സൂട്ട് റൂംസിൻ്റെ കാര്യങ്ങളൊക്കെ. പൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 പൂളാണ് ഇവർക്ക് ഉള്ളത്. ഒന്ന് താഴെ കാണുന്ന ഇതും, ഒന്ന് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഇൻഫിനിറ്റി പൂളും കേട്ടോ. ഈ താഴത്തെ പൂൾ തന്നെ അത്യാവശ്യം വലിപ്പമെന്ന് പറയാൻ നീളമുണ്ട്. ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് ഇൻഫിനിറ്റി പൂളിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. അധികം വെള്ളത്തിലിറങ്ങി കളിച്ചിട്ടില്ല, കാരണം ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ വെള്ളത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് അധികം വെള്ളത്തിലിറങ്ങി കളിക്കുന്ന കാര്യം നോക്കിയില്ല. ജസ്റ്റ് വീഡിയോ എടുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. സോ ഈ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ കയറുന്നത് നേരെ പൂളിലെ വ്യൂ കേട്ടോ. ഓ മാൻ, പൂളിൻ്റെ വ്യൂ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നൈസ് സാധനം, കിടിലം. ഇൻഫിനിറ്റി എന്നൊക്കെ പറയും. ഇൻഫിനിറ്റി പൂളിൻ്റെ ഒരു പ്രതീതി ഉണ്ട്. സാധനം ഭയങ്കര വലിപ്പമുള്ള ഒരു ഇത്.
താഴെയുള്ള സൂട്ട് റൂം അത്യാവശ്യം ഉള്ളിലൊന്നും കയറി കാണാൻ പറ്റിയിട്ടില്ല. ആളുകൾ ഉണ്ട് എന്ന് തോന്നുന്നു, ഒന്നിലോ രണ്ടിലോ. ബട്ട് ഈ ഒരു ഫെസിലിറ്റിയും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ റിസോർട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ ടീംസിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് മീറ്റിങ്സിനോ കമ്പനീസിനോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താൻ നൈസ് പ്ലേസാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ഒരു ഫാമിലി സ്റ്റേ പോലെ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി പിക്നിക് സ്പോട്ടായിട്ട് എൻജോയ് ചെയ്യാനും ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ്. നമുക്കിവിടെ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഷട്ടിൽ കളിക്കാനും ഒക്കെയുള്ള എക്യുപ്മെൻറ്റ്സും അല്ലെങ്കിൽ ഐറ്റംസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ബാക്കിയുള്ള സ്റ്റേസും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ റിസോർട്ടിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേയും കാര്യങ്ങളും ഉണ്ട്. ഈ ബാക്കിൽ സ്റ്റേ ചെയ്യുന്നതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മാനിനെല്ലാം ക്ലോസ് റേഞ്ചിൽ കാണാം. ഞങ്ങൾ മാനിനൊക്കെ കണ്ടായിരുന്നു, പക്ഷേ എടുത്തിരിക്കുന്നത് ഈ ഒരു ക്യാമറ ആയതുകൊണ്ട് സൂം ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ബട്ട് ഈ ഒരു വൈൽഡ് ലൈഫ് സൈറ്റിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മുത്തങ്ങയിൽ ഒരു പീസ്ഫുൾ സ്റ്റേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. അപ്പം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെടുത്ത് ഫാമിലി റൂം കിട്ടിയത് അറൗണ്ട് 10K ആണ്. ബാക്കി കപ്പിൾ സ്റ്റേക്ക് അറൗണ്ട് 5K ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഡോംബോ എക്സ്പ്ലോറർ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.